മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നാണോ അതോ ഈ PR ഏജൻസിക്കെതിരെ നടപടി വേണമെന്നാണോ? രണ്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ, രണ്ടുമുണ്ട്. ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം. ഒന്ന്. രണ്ട്, ഈ PR ഏജൻസി ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്കെതിരെ നടപടി വേണം. കാരണം ഇല്ലാത്ത കാര്യമാണ്. ഇന്നലെ വി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു BJP നേതാക്കൾ പാണക്കാട് എത്തി ലീഗ് നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ മരിച്ചപ്പോൾ വന്നിരുന്നു, അതെനിക്കറിയാം. അതല്ലാതെ പിന്നെ വന്നതായി ഞാനറിയില്ല. അങ്ങനെ വന്നില്ല. ഏതാ? വളരെ ശക്തമായി UDF ഈ വിഷയം ചർച്ച ചെയ്യും. പിന്നെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ജില്ലയിലുടനീളം നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും, എല്ലാ പഞ്ചായത്തിലും, മുനിസിപ്പാലിറ്റിയിലും. ഇത് മറ്റെന്തെങ്കിലും വിഷയം തിരിച്ചുവിടാൻ വേണ്ടി മലപ്പുറത്തെ മാത്രമാക്കി സമരം കാര്യങ്ങൾ അതൊരു സംസ്ഥാന തലത്തിൽ തന്നെ ലീഗ് ഏറ്റെടുക്കും. ഇതിനേക്കാളും വലിയതൊന്നുമില്ല. ഇത് തിരിച്ച് വേറെ എവിടേക്ക് വിട്ടതാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞിപ്പോൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ മോശം. ആകെ ഉണ്ടായിരുന്ന പിന്തുണയും അവർക്ക് നഷ്ടപ്പെടുന്ന ഇഷ്യൂ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ന്യായീകരിക്കാൻ സജീവമായിട്ടുള്ളത് മുഹമ്മദ് റിയാസാണ്. പക്ഷെ അദ്ദേഹം വളരെ രോഷാകുലനായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കുന്നത്, മാധ്യമങ്ങളടക്കം. അല്ല അതൊന്നും ഞാനിപ്പോൾ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടല്ലോ, അതല്ലേ? ഞങ്ങളാരും മാധ്യമങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ. നിങ്ങളാരും വെറുതെ വിട്ടിട്ടില്ല. അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്താണ് ലീഗിന്റെ ഒരു പ്രതികരണം? അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം, അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യുക. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. മറ്റു കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച്. അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം പറയാം. യോഗത്തിൻ്റെ മുമ്പ്, വണ്ടിയുടെ മുമ്പ് പിന്നെ ബാക്ക് കൊണ്ടേ കുതിര കിട്ടാൻ അല്ല, അതല്ല. അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. പാർട്ടി ഇല്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അതിൻ്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. LDFനെ എതിർക്കാം, UDFനെ എതിർക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അണികൾ പോവാതെ നോക്കൽ അതാത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ അണികൾ പാർട്ടിയിൽ നിന്ന് ചോർന്ന ചരിത്രമില്ല. ഞങ്ങളുടെ പിന്നെ അണികളുടെ ഭദ്രത ഒന്നിനൊന്ന് കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങളെ സെറ്റപ്പ് കണ്ടോ? ഇപ്പോൾ ഞങ്ങൾ വയനാട് ദുരന്തത്തിന് വേണ്ടി ഒന്ന് ആഹ്വാനം ചെയ്തപ്പോൾ വന്ന പ്രതികരണം കണ്ടില്ലേ? ഒരു അണികളുള്ള പാർട്ടിക്കല്ലാതെ അങ്ങനെ സാധിക്കുമോ? വയനാട് ദുരന്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അതുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ആഹ്വാനം കൊടുത്തു. അതിന് വേണ്ട ഫണ്ട് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പേ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ സർക്കാരിൻ്റെ